സന്തോഷമാണ്. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതേ, ഹാളും നിറഞ്ഞ് കവിയോളം ആത്മാക്കൾ വരട്ടെ. കൺവെൻഷൻ വരുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആ പന്തലെല്ലാം നിറഞ്ഞ് കവിയണം, ഗ്രൗണ്ടെല്ലാം നിറഞ്ഞ് കവിയണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ 60 കിലോ അരിയെ വെക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കാര്യം നമ്മുടെ വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? നിറഞ്ഞ് കവിയണം, ധാരാളം ജനങ്ങൾ കടന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ചർച്ചുകളെല്ലാം നിറഞ്ഞു കവിയണം. ഇന്ന് ലോകത്തിലെ എല്ലാ സമൂഹങ്ങളും ആഗ്രഹിക്കുന്നത് തങ്ങളോടൊപ്പം നിൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. എണ്ണം വർദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവം ആ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്, ക്വാളിറ്റിയെ നോക്കുന്ന ഒരു ദൈവമാണ്. അവിടെയാണ് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭയിൽ ചിലപ്പോൾ ധാരാളം പേർ വന്നേക്കാം, പക്ഷേ അതിൽ ക്വാളിറ്റി ഉള്ളവർ എത്ര പേരുണ്ടായിരിക്കും? ദൈവം പ്രസാദിക്കുന്നവർ എത്ര പേരുണ്ടായിരിക്കും? പ്രാർത്ഥിക്കുന്നവർ പലരുണ്ടായിരിക്കും. പ്രാർത്ഥന കേൾക്കുന്നത് എത്ര പേരുടെ കാണും? ദൈവത്തിന് സ്തോത്രം. ആകയാൽ സർവശക്തനായ ദൈവം ഇത് മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് അനുദപിക്കുകയാണ്. അവർ വളർന്നതിൽ അനുദപിക്കുന്നു. ചില സമൂഹങ്ങളിലൊക്കെ ആള് വർദ്ധിച്ചതോർത്ത് ദൈവം ദുഃഖിക്കുകയാണ്. കാരണം എന്താണ്? ഗുണമില്ലാത്ത, പ്രയോജനമില്ലാത്ത, യേശുവിൻ്റെ വരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരു രണ്ടുപേർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മളൊരു ദൈവദാസൻ ചോദിച്ചു, അവരുടെ സംസാരത്തിൻ്റെ ആ ശൈലി തെറ്റായി കണ്ടപ്പോൾ ചോദിച്ചു, ബ്രദർ നിങ്ങൾക്ക് കർത്താവിൻ്റെ വരയിൽ പോകണ്ടയോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് രണ്ടാമത്തെ കാര്യമല്ലയോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇതിനെ രണ്ടാമത്തെ കാര്യമായി, ദൈവരാജ്യത്തെ രണ്ടാമത്തെ കാര്യമായി, ആത്മീയ വിഷയത്തെ രണ്ടാമത്തെ കാര്യമാക്കി വർദ്ധിച്ചു വരുന്ന ഒരു തലമുറയെ നമുക്ക് ഇന്നും കണ്ടെത്തുവാൻ സാധിക്കും. ചിലരെയൊക്കെ നോക്കി ദൈവം അനുദപിക്കുകയാണ്. ഒരിക്കൽ ശമൂവേലിനോട് ദൈവം പറയുകയാണ്, ശൗലിനെ രാജാവാക്കിയതിൽ എനിക്ക് വലിയ അനുതാപമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഒരു നാണം കുണുങ്ങിയായ മനുഷ്യൻ, ബെന്യാമീൻ ഗോത്രത്തിലെ ആ മനുഷ്യൻ, അത് കഴുതുകളെ അന്വേഷിച്ച് പുറപ്പെട്ട മനുഷ്യൻ, അപ്പന്റെ കഴുതുകളെ മേയിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഒരു ദിവസം അപ്രതീക്ഷിതമായി അതേ തൈലാഭിഷേകത്താൽ ഒരു വലിയ മനുഷ്യനായി, ഇസ്രായേലിലെ പ്രഥമ പൗരനായി, ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനായി മാറി. പക്ഷെ ഒരു ദിവസം അവന്റെ വളർച്ചയോർത്ത്, അവന് കിരീടം കൊടുത്തതോർത്ത്, അവന് നന്മകൾ കൊടുത്തതോർത്ത്, അവന് സ്ഥാനക്കയറ്റം കൊടുത്തതോർത്ത്, അവന് കസേര കൊടുത്തതോർത്ത്, അവന് മഹത്വം കൊടുത്തതോർത്ത് ദൈവം ദുഃഖിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ നന്മകളെ ഓർത്ത് ചിലപ്പോൾ ദൈവം അനുദപിക്കുമോ? നമുക്ക് അനുഗ്രഹങ്ങൾ തന്നതോർത്ത് ചിലരെ ദൈവം അനുദപിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് അരാജകത്വത്തിൽ കിടന്ന മനുഷ്യർ, ദൈവത്തിന് സ്തോത്രം, ഇന്നത്തേക്ക് ആഹാരം കഴിക്കുവാൻ എങ്ങനെയാണ്, നാളെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത് എങ്ങനെയാണ്, അതേ അടുത്ത ദിവസത്തെ കാര്യം എങ്ങനെയാണെന്ന് ചിന്തിച്ച് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഇരുന്നതായ പലർ നിലവിളിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ അവസ്ഥകൾക്കൊക്കെ ദൈവം ഭേദം വരുത്തിയപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്ത ജീവിതത്തിൽ അതേ വളർന്നുകൊണ്ടിരിക്കുന്ന അനേക ക്രിസ്തീയ സമൂഹങ്ങളെ, പെന്തിക്കോസുകാരെയും ചിലപ്പോൾ കാണുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അവരെ നോക്കി കർത്താവ് പറയുകയാണ്, ഇവന് നന്മ കൊടുത്തതോർത്ത് അനുദപിക്കുകയാണ്. ഒരു സമയത്ത് കിലോമീറ്ററുകൾ നടന്ന് ആരാധനയ്ക്ക് പോകുന്നത് സന്തോഷമായിരുന്നു. പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നാൽ കൈയടിച്ചു പാട്ടുപാടുന്നതിൽ ലജ്ജയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങളൊക്കെ ഉള്ളപ്പോഴും സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ കഷ്ടമെന്ന് പറയുന്നത് മുറ്റത്ത് കിടക്കുന്ന ആ നല്ല കാറ് സ്റ്റാർട്ട് ചെയ്ത് ഫെയ്ത്തോമിൽ വരെ വരുന്നതാണ് ചിലരുടെ കഷ്ടം. ദൈവത്തിന് സ്തോത്രം. അത് കാണുമ്പോൾ കർത്താവ് പറയും, ഞാൻ ഇവന് കാറ് കൊടുത്തതോർത്ത് അനുദപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പല പ്രശ്നങ്ങളിലിരുന്നവർക്ക് നല്ലൊരു കുടുംബജീവിതം കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒന്നിച്ച് ആരാധനയ്ക്ക് പോകുവാൻ, ഒന്നിച്ച് ദൈവസനെ മുഴങ്കാൽ മടക്കുവാൻ. അത് സാധിക്കാതെ വരുമ്പോൾ കർത്താവ് പറയും, ഇവനൊരു നല്ല കുടുംബജീവിതം കൊടുത്തതോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്, ഇവന് നന്മകൾ കൊടുത്തതോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. ജോലിയില്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ നല്ല ജോലി കൊടുത്തപ്പോൾ ആ ജോലിയുടെ പുറകെ അങ്ങ് പോകുകയാണ്. അതിനോർത്ത് ദൈവം ദുഃഖിക്കുകയാണ്. ഞാൻ ഇന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവം അനുദപിച്ചാൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ശിക്ഷാവിധിയുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ആകയാൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയും
ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് കാരണക്കാരായി തീരരുത്. ആരെങ്കിലും ശിക്ഷിക്കപ്പെടാൻ ചാൻസ് ഉള്ള അവസ്ഥയിലാണ് കടന്നു വന്നതെങ്കിൽ അതിന് വിടുവിക്കപ്പെട്ടവരായി കടന്നു പോകണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവം താൻ ഉണ്ടാക്കിയ മനുഷ്യനെ ഓർത്ത്, താൻ സൃഷ്ടിച്ച മനുഷ്യനെ ഓർത്ത് അനുതപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനുതപിക്കാനുള്ള കാരണം എന്താണ്? അന്നും ചില പാരമ്പര്യങ്ങളും തലമുറകളും ഒക്കെ വേദപുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാരമ്പര്യങ്ങളിലും തലമുറകളിലും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട്, മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതെ ദൈവത്തിന്റെ പൈതലെന്ന് അഭിമാനിച്ചുകൊണ്ട് നടക്കുന്നതായ പല മനുഷ്യരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, വലിയ പാരമ്പര്യം പറയുന്നവരൊക്കെ മുത്തച്ഛൻ കുരങ്ങനാണെന്ന് പറയാൻ മടിക്കാത്തവരാണ്. ദൈവത്തിന് സ്തോത്രം. വലിയ പാരമ്പര്യം പറയുമ്പോഴും അവർ കുരങ്ങനാണ് എൻ്റെ വല്യപ്പനെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഥാർത്ഥമായ ദൈവികമായ പാരമ്പര്യം എന്ന് പറയുന്നത് മാനുഷിക പാരമ്പര്യത്തിൽ നിന്ന് അപ്പുറത്താണ്. ഞാനിത് പറയാൻ കാരണം, ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ചില തലമുറകളെയും പാരമ്പര്യവും ഒക്കെ കാണുവാൻ സാധിക്കും. ഇതിനെ പല വിധത്തിലുള്ള മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ, അതിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ, സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് നമ്മളൊന്ന് ചെന്നാൽ അവിടെ ഒരു തലമുറയെ കാണുവാൻ സാധിക്കും. ആ തലമുറ ഹാബേൽ മരിച്ചതിന് ശേഷം കയ്യീന്റെ സന്തതിയുടെ തലമുറയാണ്. ദൈവത്തിന് സ്തോത്രം. കയ്യീന്റെ സന്തതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം പ്രസാദിക്കാത്തവന്റെ സന്തതി. യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തവന്റെ പിൻതലമുറ. ദൈവം പ്രസാദിക്കാത്തവന്റെ തലമുറ എങ്ങനെയായിരുന്നു? അവനും കിഴക്ക് നോദ് ദേശത്ത് ചെന്നു, അവനൊരു ഭാര്യ എടുത്തു. അതിനുശേഷമായിട്ട് അവന് സന്തതികൾ ഉണ്ടായി. ഹാനോക്ക് എന്ന പേരോടുകൂടി ഒരു മനുഷ്യനുണ്ടായി. അന്ന് അവനൊരു വലിയ പട്ടണം പണിതിട്ട് അതിന് പേരിട്ടു മിസ്റ്റർ ഹാനോക്ക്. ദൈവത്തിന് സ്തോത്രം. ആ പട്ടണത്തിന്റെ പേര് ഹാനോക്ക് എന്നായിരുന്നു. എന്നാൽ അവൻ നോദ് ദേശത്തേക്ക് പോകുമ്പോൾ, കിഴക്ക് നോദ് ദേശത്തേക്ക് പോകുമ്പോൾ അവന്റെ യാത്ര എവിടെ നിന്നായിരുന്നു എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവൻ പുറപ്പെട്ടു. ഇവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവൻ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങി. ചിലപ്പോൾ ചിന്തിക്കും, ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടാൽ, ദൈവസന്നിധിയിൽ പോയാൽ എന്താണ് ദോഷം സംഭവിക്കുന്നത്? അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു സത്യം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് ഗ്രഹിച്ചു കൊള്ളണം. 14-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ ബൈബിളിൽ ആ വാക്യം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോണം. വേണമെങ്കിൽ ഒരു വരയിടുന്നതിന് തെറ്റില്ല. ഒത്തിരി വരയിട്ട് വായിക്കാൻ പറ്റാത്തവരൊന്നും ആക്കരുത്. ഒരു വരയൊക്കെ ഇട്ടോണം, കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത്, ഇതാ നീ ഇന്ന് എന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളയുന്നു. പിന്നെ എഴുതിയിരിക്കുന്നത്, ഞാൻ തിരുസന്നിധി വിട്ട് ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനായിത്തീരും. ഒരു കാര്യം പ്രത്യേകം ഗ്രഹിച്ചു കൊള്ളണം. ദൈവസന്നിധി വിടുമ്പോഴാണ് മനുഷ്യൻ അലയാനും ഉഴലാനും തുടങ്ങുന്നത്. പലരും ദൈവസന്നിധിയിൽ വരാതെ ആത്മീയ കാര്യങ്ങൾ മുടക്കി അധ്വാനിക്കുന്നത് കാണാൻ സാധിക്കും. വിശ്വാസികളുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്തു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ വന്നതിന് ശേഷമുള്ള നന്മയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്ന പുള്ളികൾ പലപ്പോഴും ദൈവസന്നിധി വിട്ട് പല കാര്യങ്ങളുടെ പുറകെ പോകുന്നത് കാണാൻ സാധിക്കും. ഒന്ന് വ്യക്തമായി വേണമെങ്കിൽ ഡേറ്റ് ഇട്ട് എഴുതിയിട്ടുകൊള്ളുക. ദൈവസന്നിധി വിട്ടു പോകുന്ന വഴികളിലൊക്കെ
ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ആദ്യം കാണുകയില്ല, എന്നാൽ ഒടുവിൽ ഉഴന്ന് അലഞ്ഞ് ഒരു പരുവാകും, അവസാനമേ മനസ്സിലാക്കത്തുള്ളൂ. അതാണ് ഈ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ പോകുമ്പോൾ, അതെ, യോന യഹോവയുടെ സന്നിധിയിൽ പുറപ്പെട്ടു. അവൻ പോയി അവനെ സ്വീകരിപ്പാൻ അവൻ യാഫോ സമുദ്രത്തിന്റെ തീരത്തിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഒരു കപ്പൽ വന്ന് നിർത്തി. തർശീശിലേക്കുള്ള കപ്പൽ, അഥവാ ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഒരു വലിയ ചരക്ക് കപ്പൽ കൊണ്ട് നിർത്തുകയാണ്. ദൈവസന്നിധിയിൽ പോയാലും സ്വീകരിപ്പാൻ ആള് വരും കേട്ടോ. അവനെ സ്വീകരിച്ച് പൊക്കിയെടുത്തുകൊണ്ട് പോകുവാനുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് പിശാചിന്റെ വലിയ തന്ത്രം. പക്ഷേ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് സമുദ്രത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവനെ കടലിൽ വീഴേണ്ടതായ പ്രശ്നങ്ങളും, കൂടാതെ ഇവനുണ്ടാകുന്ന ഉറക്കവും. ആദ്യമൊക്കെ ഈ ഉറക്കം ദൈവം തരുന്നതാണെന്നൊക്കെ ചിന്തിക്കും. സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചിലർ തുടങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലേക്ക് നാം ചെല്ലുമ്പോൾ ദിവസങ്ങൾ കഴിയും തോറും എന്താണ് സംഭവിക്കുന്നത്? ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി ആദ്യം തന്നെ സ്വീകരിപ്പാൻ പല സാഹചര്യങ്ങൾ വന്നു കൂടും. പക്ഷേ അതിൻ്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, കഷ്ടം, നഷ്ടം, ഭാരം, നിരാശ എന്നിങ്ങനെയുള്ള പട്ടികകൾ നിന്റെ ജീവിതത്തിൽ നിറയുവാനിടയായിത്തീരും. ആകയാൽ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് പോയി. ചില നമ്മളെ ആൾക്കാരൊക്കെ പറയാറുണ്ടല്ലോ, പോകുന്നതിനേക്കുള്ള അധികം കിഴക്കോട്ട് പോകരുതെന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത്, കിഴക്കോട്ട് ഒത്തിരി ഒന്നും പോകരുത്. അല്പമൊക്കെ പോയെങ്കിൽ ഞാൻ മടങ്ങി വന്നോണം. ഒത്തിരി പോയാൽ സംഭവിക്കാൻ പോകുന്നത്, നിനക്ക് അവിടെയും നല്ലൊരു ഫാമിലിയൊക്കെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. നിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഫാമിലി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് പറയുന്നത്? ദൈവസന്നിധി പോയാലല്ല, എനിക്കൊരു മകനുണ്ടായി, അവന് വലിയ വിശേഷിക്കപ്പെട്ട ഒരു പട്ടണമുണ്ടായി. ദൈവസന്നിധി പോയാൽ എന്താ? പട്ടണമുണ്ടായി. ലോകത്തിന്റെ നന്മകൾ, ലോകത്തിന്റെ ഉയർച്ചകൾ കണ്ട് ആത്മീയമായ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകത്തക്ക വിധത്തിൽ ഈ ലോകത്തിന്റെ ദൈവം ഇന്ന് അനേകരുടെ കണ്ണുകളെ കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ വിട്ടുപോകുമ്പോൾ പട്ടണം പണിയുന്ന മനുഷ്യനായി, കൊട്ടാരം പണിയുന്ന മനുഷ്യനായി, ലോകത്തിൽ ഉയർത്തപ്പെട്ടവനായി മാറുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനപ്രകാരം ഒരു മുന്നറിയിപ്പ് തരികയാണ്. ആ പട്ടണത്തിനൊക്കെ നാശം വരാൻ പോകുന്ന ഒരു കാലം വരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാ പട്ടണം പണിഞ്ഞേറെ നാൾ സുഖമായി ജീവിക്കാം എന്ന് മുൻപോട്ട് അവൻ പോവുകയാണ്. തുടർന്ന് അവന് യാരദ്, മെതുശേല്, ലാമെക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തലമുറയൊക്കെ ഉണ്ടായി. അങ്ങനെ ലാമെക്കിന്റെ അടുത്തിലേക്ക് വരുമ്പോൾ അന്നാണ് ബഹുഭാര്യത്വം തുടങ്ങിയത്. ഒന്ന് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവൻ ഒന്നിലധികമായ കാര്യങ്ങൾ, ദൈവത്തെ വിട്ടുപോകുന്ന ആരാധിക്കാത്തവന്റെ തലമുറയിൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് സത്യദൈവത്തെ യഥാർത്ഥമായി ആരാധിച്ച് ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവത്തെ വിട്ടുപോയി പെട്ടെന്ന് വലിയവരായി തീരാൻ ആഗ്രഹിക്കുന്നതാണ് കയീന്റെ സന്തതി. കയീന്റെ ആത്മാവ് ഈ കാലങ്ങളിലും പലയിടങ്ങളിലും വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ പോയി, അവൻ വലിയ പട്ടണം പണിതു. പിന്നെ അവൻ ബഹുഭാര്യത്വം സ്വീകരിച്ചു. തുടർന്ന് പിന്നെയും അവന്റെ തലമുറയിലേക്ക് വരുമ്പോൾ ആദം, സില്ല എന്ന രണ്ട് സഹോദരിമാരെ, സ്ത്രീകളെ ഭാര്യമാരായി എടുത്തു. അവർക്ക് മക്കളുണ്ടായി. അവരിൽ ഒരാള് കൂടാരവാസിയും പശുപാലകനുമായി തീർന്നു. ബിസിനസ് മേഖലയിലേക്ക് അങ്ങ് പോയി. ദൈവത്തിന് സ്വതന്ത്ര കുഴപ്പമൊന്നുമില്ല, ആരാധനയൊക്കെ വിട്ടുപോയെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നതാണ് അവരുടെ സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ കയീന്റെ സന്തതി പിന്നീട് സംഭവിക്കുന്നത്, അവന്റെ സന്തതിയെ കുറിച്ച് പിന്നെയും പറയുന്നു. യൂബാൽ എന്ന് പറയുന്ന ആ സഹോദരന്റെ കാലത്ത് എന്ത് ചെയ്യുന്നു? കിന്നരം, വേണു ഇങ്ങനെയുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന മനുഷ്യനുണ്ടാകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ആരാധനയിൽ പ്രസാദിക്കാത്തവന്റെ മ്യൂസിക് ദൈവത്തിന് വേണ്ട, അതിന്റെ താളമേളങ്ങൾ ദൈവത്തിന് വേണ്ട. ആയതുകൊണ്ട് മ്യൂസിക് കൺവെൻഷന് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ സ്തുതിപ്പീൻ എന്ന് പറയുന്നുണ്ട്. 10 കമ്പിയുള്ള വീണ
വീണകൾ ഏതാണ്? നല്ലോണം കൈയടിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഗംഭീര സ്വരമുള്ള വാദിത്രം. നിന്റെ നാവൊക്കെ ഒന്ന് ശരിയായി ചലിപ്പിക്കണമെന്ന്. ചില ആരാധന സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ നാവുണ്ടോ എന്ന് അടുത്ത് വന്ന് ഒന്ന് തുറന്നു നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലരെ കാണുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണെന്ന് തോന്നിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു പോവുകയാണ്, ചിലത് കണ്ടിട്ടുള്ളത് കൊണ്ട്. ഇല്ല, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിതിവിടെ ഉറപ്പായി പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ അതുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇതാ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവൻ ഇതാ പാട്ടുപാടാൻ തുടങ്ങിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദൈവപ്രസാദമല്ലാത്ത എല്ലാ മ്യൂസിക്കുകളും, റോക്ക് മ്യൂസിക്, പോപ്പ് മ്യൂസിക്, ഇങ്ങനെ റൊമാൻറ്റിക് സോങ്ങുകൾ എല്ലാം മനുഷ്യനെ വികാരമുണ്ടാക്കി മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആടി പാടി തിമിർത്ത്, ദൈവമായിരുന്നാലും സാരമില്ല, പിശാചായിരുന്നാലും സാരമില്ല, സന്തോഷിച്ചാൽ മതിയെന്നുള്ള ഒരു സംഗീത ലോകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നു. എത്രയോ യുവതലമുറകൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. വൈകാരികമായി ഉണർവുണ്ടാക്കിയിട്ട് ഒടുവിലായിട്ട് ദൈവികമല്ലാത്ത സന്തോഷത്തിന്റെ അന്ത്യം എങ്ങനെയായിരിക്കും? ബെൽസസർ രാജാവെന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ബാബിലോണിലെ വലിയ സാമ്രാട്ടായിരുന്നു അവൻ. ഒരു ദിവസം വീഞ്ഞു കുടിച്ച് ആലയത്തിലെ വിശുദ്ധ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയായിരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? എന്റെ ആയുസിനോട് ഒരു ദിവസം കൂടെ കുറഞ്ഞു. ബർത്ത്ഡേ പലരും കേക്ക് കൊടുക്കുമ്പോഴും ലഡു കൊടുക്കുമ്പോഴും അവർ ആഘോഷിക്കുമ്പോഴും കൂട്ടുകാർക്ക് മുട്ടായി കൊടുക്കുമ്പോഴും എന്താണ് പറയുന്നത് അറിയാമോ? മരണ ദിവസത്തോട് ഞാൻ അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആഘോഷിച്ച പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നുണ്ട്. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമമുണ്ടായാലോ. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ ഈ ബെൽസസർ രാജാവ് തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ വലിയ സന്നാഹങ്ങളൊക്കെ ഒരുക്കി. നൃത്തം, ബാല്യമേളം, പാട്ട്, വലിയ സംഗീതമെല്ലാം ഇങ്ങനെ തുടങ്ങി. ആ സംഗീതത്തിന് കുറച്ചുകൂടെ ഒരു രുചി ഉണ്ടാക്കാനായിട്ട് അല്പം മദ്യവും കൂടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയല്ലേ ചിലര് ഒരു രുചി കൂട്ടാൻ വേണ്ടി അല്പം നൂറടിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാകുന്ന പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്കറിഞ്ഞുകൂടാ. അപ്പോ ഇങ്ങനെ ടേസ്റ്റ് കൂട്ടി അങ്ങോട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അറിയാതെ ഒരു എഴുത്ത്, സ്തോത്രം, ഭിത്തിയിൽ ഒരു എഴുത്ത്. എന്താണ്? മെനെ മെനെ തെക്കേൽ ഉഫാർസിൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടു. നിന്നെ തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനായി കണ്ടു. അവൻ ആ രാജ്യത്തിൽ ഏറ്റവും വെയിറ്റുള്ളവനാ, ഭയങ്കര വെയിറ്റുള്ള മനുഷ്യനാണ്. പക്ഷെ ദൈവം തൂക്കി നോക്കിയപ്പോൾ വെയിറ്റ് ഇല്ല, മേലോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ നിന്റെ രാജ്യം വിഭാഗിക്കാൻ പോവുകയാണ്. ഞാൻ നിന്റെ രാജ്യത്തെ വിഭാഗിക്കാൻ പോവുകയാണ്. മേദ്യ, പാർസ്യ എന്നീ രാഷ്ട്രങ്ങൾക്ക് നിന്നെ അടിമയാക്കാൻ പോവുക. നോക്കുക, പല ആഘോഷത്തിന്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചതി ഇതാണ്. നിന്റെ സന്തോഷം എങ്ങനെയുള്ളതാണ്? നിന്റെ ആരാധന ദൈവം പ്രസാദിക്കുന്നതാണോ? നിന്റെ വായിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദം ദൈവത്തിന് പ്രസാദിക്കുന്നതാണോ? ഇതാ ആരാധനയിൽ പ്രസാദിക്കാത്തവന്റെ തലമുറ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് വളരെ തിമിർത്ത് ആടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ജനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് അടുത്തതാണ്? അടുത്തവൻ എന്താ ചെയ്യുന്നത്? ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി. ആയുധം ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണ് ഈ ആയുധം ഉണ്ടാക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ആയുധം ഉണ്ടാക്കുന്നത്? ഇത് തീവ്രവാദത്തിന്റെ ഒരു ആത്മാവാണ് പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ്, ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇന്ന് ലോകരാഷ്ട്രങ്ങളെ നാം പരിശോധിക്കുമ്പോൾ, ഞാൻ ഹിസ്റ്ററി ഒന്നും പറയുകയല്ല, എങ്കിലും ആവശ്യമായ ചില സത്യങ്ങൾ ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ലോകരാഷ്ട്രങ്ങളെ ശരിയായി പരിശോധിക്കുമ്പോൾ ഇന്ന് അവർ തങ്ങളുടെ പണം ഏറ്റവും അധികം ചെലവഴിക്കുന്നത് ആയുധങ്ങൾക്ക് വേണ്ടിയാണ്. പ്രതിമാസം 10 ബില്യൺ, പ്രതിമാസം ഏതാണ്ട് 10 ബില്യൺ രൂപ
ആയുധങ്ങൾക്ക് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ്. 10 ബില്യൺ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 ലക്ഷം കോടി രൂപ. 10 ലക്ഷത്തെ കോടി കൊണ്ട് ഗുണിക്കണം. ഗുണിക്കാനൊക്കെ പോയാൽ ഇന്ന് മീറ്റിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോഴും ഗുണിക്കേണ്ട, വീട്ടിൽ ചെന്ന് നോക്കിയാലും മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോ 10 ബില്യൺ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ 770 കോടി ജനങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 265 കോടിയോളം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ചുകൂടെ കൂടി കാണും, കുറയത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇത്രയും ജനങ്ങൾക്ക് ഈ 10 ബില്യൺ രൂപ വിഭാഗിച്ചാൽ എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ ഒരു 400 രൂപ വെച്ച് കൊടുക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് ദാരിദ്ര്യത്തിലിരിക്കുന്നവരെയും അന്നന്ന് ആവശ്യമുള്ളതെല്ലാം നൽകി ക്ഷേമമായി പുലർത്താൻ മതിയായ പണമാണ് ലോകരാഷ്ട്രങ്ങൾ ആയുധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കയ്യിന്റെ സന്തതിയുടെ പ്രവൃത്തിയുടെ ഭാഗമാണ്. അവൻ ആരാധനയില്ല, ദൈവസന്നിധിയില്ല, എങ്കിലും അവന് മ്യൂസിക് ഉണ്ട്, എങ്കിലും അവന് ആയുധമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ലാമെക്കിന്റെ വാക്കുകളൊക്കെ കേട്ടാൽ, അവന്റെ ആ വീരവാദം മുഴക്കുന്ന വാക്കുകളൊക്കെ കേട്ടാൽ നമുക്ക് തോന്നിപ്പോവും ഇവന്റെ ആ സ്വഭാവം മനസ്സിലാക്കുവാനിടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ വാക്കുകൾ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ലാമെക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ലാമെക്ക് ഭാര്യമാരെ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയാമോ? ആദിയും സില്ലയുമായുള്ളവരെ, നിങ്ങൾ നന്നായിട്ടൊന്ന് കേട്ടോണം. എന്റെ വാക്കു കേൾപ്പീൻ. ലാമെക്കിൻ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവി തരുവീൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും, എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും, എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമെക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. പകരം ചെയ്യുന്നവൻ പിന്നെ 7 ഇരട്ടിയായി. പിന്നെന്ത് ചെയ്തു? 77 ഇരട്ടി. ടെററിസത്തിന്റെ ആരംഭമാണ്, തീവ്രവാദത്തിന്റെ. പകരം എന്നുള്ളതല്ല, 7 ഇരട്ടിയായി, പിന്നെ 77 ഇരട്ടിയായി. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും കോപം ശമിച്ചില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രതികാരത്തിന്റെ ആത്മാവ് എവിടെ നിന്നാണ് തുടങ്ങിയത്? അപ്പൊ ദൈവം പ്രസാദിക്കാത്ത ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ അറിയാതെ തന്നെ ചില ദുഷ്ടാത്മാക്കൾ ക്രിയ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ദുഷ്ടാത്മാക്കൾ ക്രിയ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കാതിരിപ്പാൻ തക്കോളം നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കുന്ന ഒരു പ്രവൃത്തി ഇന്ന് ലോകത്തിൽ പിശാചി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചിലരെ സംബന്ധിച്ച് അവർ തെറ്റുകൾ ചെയ്താൽ തെറ്റാണെന്ന് തോന്നുകയില്ല. പ്രാർത്ഥിച്ചില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ യാതൊരു വിധമായ കുറ്റബോധവുമില്ല. ഒരു കാലത്ത് ദൈവകൃപയിലേക്ക് വന്നവർ, ദൈവ സാന്നിധ്യം അനുഭവിച്ചവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റ് വന്നാൽ വലിയ കുറ്റബോധമാണ്. ഒരു സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കണ്ണുനീരൊഴുക്കി മുഴങ്കാൽ മരുന്ന് ആരാധിക്കുന്നതിന് ഒരു ലജ്ജയുമില്ലായിരുന്നു. സ്തോത്രം ചെയ്തതിനോ കൈയടിക്കുന്നതിനോ ലജ്ജയില്ലായിരുന്നു. ഇപ്പോൾ ആ സ്ഥലത്ത് തന്നെ വന്നിരുന്നു ചിലർ വന്നിരിക്കുന്നത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പല പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ട്, ചിലര് സീറ്റ് റിസർവേഷൻ ചെയ്തവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇങ്ങനെ റിസർവ് ചെയ്തിട്ട് അവിടെ വന്നങ്ങ് ഇരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പുറകിൽ അറ്റത്തിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ അവരുടെ പേരെല്ലാം എഴുതി വയ്ക്കും. ഇങ്ങനെ പേന വെച്ച് അങ്ങോട്ട് നോട്ട്സ് എഴുതാൻ വാങ്ങിച്ചു കൊടുത്ത പേന വെച്ച് തടി കൊണ്ടുണ്ടാക്കിയ ഡെസ്കിന്റെ മുകളിൽ ഇങ്ങനെ അവരുടെ പേരിങ്ങനെ കറക്റ്റായിട്ട് അങ്ങോട്ട് എഴുതി വയ്ക്കും. കാര്യം എന്താണെന്ന് പറയാം, അവർക്കറിയാം 4 വർഷത്തേന് ഈ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ മുമ്പോട്ട് പോകത്തില്ലെന്നറിയാം. അവരവിടെ പെർമനന്റ് സീറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതുപോലെ പെർമനന്റ് സീറ്റ് സ്ഥാപിച്ച് കണ്ണുകൾ അന്ധമായി ആരാധന നഷ്ടപ്പെടുത്തി, പ്രാർത്ഥന നഷ്ടപ്പെടുത്തി ഒക്കെ ഇങ്ങനെ പോകുമ്പോഴും കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ വർഷാവസാനം വരാൻ പോവുകയാണ്. ചിലർക്ക് പറയുന്ന സാക്ഷിയൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും. കാര്യം ഈ തുടർന്നുള്ള ജീവിതവും ഇതുമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇങ്ങനെയുള്ള നിലയിലേക്ക് മനുഷ്യൻ പോവുകയാണ്. അപ്പോഴും അവന് കുഴപ്പമൊന്നുമില്ല, ശമ്പളത്തിന് കുറവില്ല, പിന്നെ വീട് കഴിഞ്ഞ നാളുകൾ വെച്ചതിനേക്കാൾ മോഡൽ ശരിയാകാഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ചെയ്തതായ ആ മോഡൽ ഇപ്പോൾ ഇടിച്ചു പൊളിച്ചിട്ട് പിന്നെ അടുത്ത മോഡലിലേക്ക് വരികയാണ്. കാരണം ദൈവത്തെ വിട്ടുപോയിട്ട് കുറവൊന്നുമില്ലല്ലോ. ഇപ്പൊ പിന്നെയും പ്രാർത്ഥിക്കുന്ന എന്താണ്? ആ മൂന്നാമത്തെ നില പണിയാൻ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരണം. അതിന് ദൈവമക്കൾ എല്ലാവരും വളരെ പ്രാർത്ഥിക്കണം. നീ അഭിഷേകം പ്രാപിച്ചോ? നിനക്ക് പ്രാർത്ഥനയുണ്ടോ? നിന്റെ ആത്മീയ ജീവിതം എവിടെയായിരിക്കുന്നു? യേശു വരുമ്പോൾ നിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഇതുവരെയും ചിന്തിച്ചിട്ടുണ്ടോ? നീ നിലകൾ പണിത് മുകളിലോട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ മനോഭാവമാണ് നിങ്ങൾ നിലപണിഞ്ഞെന്നോ നിങ്ങൾ ഇളിച്ചു പൊളിച്ചെന്നോ ഒന്നും അല്ല ഞാനിത് പറഞ്ഞത്. മനുഷ്യന്റെ ഓരോ ഭാവങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ ഓരോ ചിന്താവിശേഷങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ദൈവത്തെ വിട്ടുപോയിട്ട് അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് അവൻ ആശ്വസിക്കുന്നത് പിശാചു കൊടുക്കുന്ന സമാധാനമാണ്, പിശാചു കൊടുക്കുന്ന സ്വസ്ഥതയാണിത്. അവൻ അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇനി മറ്റൊരു തലമുറയിലേക്ക് നമുക്കൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ഇതാ കയ്യിന്റെ സന്തതി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ രീതിയിലും സുഖ സന്തോഷമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് ദൈവം ആദാമിന് മറ്റൊരു സന്തതിയെ കൊടുത്തു. ആർക്ക് പകരമായിരുന്നു? ആരാധിക്കുന്നവൻ മരിച്ചപ്പോൾ അവന് പകരം. ഒരു കാര്യം മറന്നു പോകരുത്. നീ ദൈവത്തെ ആരാധിച്ച് മരിക്കേണ്ടി വന്നാൽ, നീ ദൈവത്തെ ആരാധിച്ച് ഇല്ലാതെ വന്നാൽ നിനക്ക് പകരം ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കും. ദൈവം ആരംഭിച്ചത് നഷ്ടപ്പെട്ടു പോകുകയില്ല. ആരാധിച്ച് മരിച്ചാലും സാരമില്ല പ്രിയരെ, പകരം ദൈവം എഴുന്നേൽപ്പിക്കും. നീ ആരാധിച്ച് മരിച്ചു പോയത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ ദോഷമൊന്നും വരികയില്ല. നീ പ്രാർത്ഥിച്ച് ദൈവസന്നിധി വെച്ച് പ്രാണൻ പോയത് കൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ദുബായ് കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ ദൈവസന്നിധിയിൽ പോയി. അതുകൊണ്ട് കൺവെൻഷൻ ഒന്നും മുടങ്ങിയില്ല, പെന്തക്കോസ്ത് മാർഗമൊന്നും തീർന്നില്ല. ആരാധിക്കുന്നവൻ ആരാധിച്ചു മരിക്കുമ്പോൾ ഒരു പിന്തുടർച്ച ബാക്കി വരുന്നു എന്നുള്ളത് ആരും മറന്നു പോകരുത്. അത് ദൈവത്തിന്റെ നീതിയാണ് പ്രിയരെ, ഭയപ്പെടരുത്. ചില വിചാരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോയാൽ നെഞ്ചുവേദന എടുക്കുമോ? നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് നിനക്ക് നെഞ്ചുവേദനയും ടെൻഷൻ എല്ലാം വർദ്ധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ തലവേദനയും എല്ലാം വർദ്ധിക്കുന്നത് അപ്പോഴാണ്. നീ ഒന്ന് ശരിയായി ഒന്ന് ദൈവത്തെ സ്തുതിച്ചു നോക്കിയാട്ടെ, എന്താ വ്യത്യാസം ഉണ്ടാകുന്നെന്ന് അറിയാം. ഇല്ലെങ്കിൽ ദൈവസന്നിധി വെച്ച് പ്രാണൻ വിട്ടുപോകട്ടെ. വലിയ പ്രാഗൽഭ്യത്തോട് ദൈവസന്നിധി ചെന്ന് ചേരാം. എത്ര പേർ അതിൽ അഭിമാനം കൊള്ളുന്നവരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറയും. ദൈവത്തിന് സ്തോത്രം. കാര്യത്തോട് അടുക്കുമ്പോഴാണ് ചിലരെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ആ വിഷയത്തിലും നിങ്ങളെ വിധിക്കുന്നില്ല. അടുത്ത കാര്യത്തിലേക്ക് വരട്ടെ. ഇവിടെ ആരാധിച്ചവൻ മരിച്ചപ്പോൾ, ആരാധിച്ചവൻ ഭൂമിയിൽ ഇല്ലാതെയായപ്പോൾ സർവശക്തനായ ദൈവം കുറിച്ചിട്ടു, ഇതുകൊണ്ട് മാർഗമില്ലാതെ വരുന്നില്ല. എത്രയോ പിതാക്കന്മാർ, ആദ്യകാല എത്രയോ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടു. ഭൂമിയിൽ നിന്ന് അവരുടെ ക്രിസ്തുകാല ആയുസ്സിൽ അതേ ജീവിതം പൂർണ്ണമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ ക്രിസ്തീയ മാർഗം തകർന്നു പോയില്ല. അത് എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പ്രിയരെ, ആരാധിക്കുന്നവനാണ് ആവശ്യം. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ആരാധിക്കാത്തവൻ 100 വർഷം വരെ ഇരിക്കണമെന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരാധിക്കുന്നവർ ഒരു ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരു ആരാധനയ്ക്ക് കടന്നു വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിന് വലിയ ദുഃഖമാണ്. ചിലരിയ്ക്കുന്ന സ്ഥലം ഞങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കും. അവരുടെ ഇരിക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്, ഒരു ചലനമുണ്ട്, ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതാ ആരാധിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ആരാധിച്ചവന്റെ തലമുറയിലേക്ക് വരുമ്പോൾ ഇതാ അവന് പകരം ശേത്ത് എന്നൊരു മകനെ കൊടുത്തു. അവന് ഏനോശ് എന്നൊരു മകൻ ജനിച്ചു. ഇച്ചിരി താമസിച്ചൊക്കെയാണ് സംഭവിച്ചത്. പക്ഷേ അവന്റെ കാലത്ത് ആരാധന തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇതാ ആരാധിച്ചവനെ വയലിൽ കൊണ്ടുപോയി വ്യാജത്താൽ കൊന്നതുകൊണ്ട് എല്ലാം തീർന്നില്ല. തുടങ്ങിയതേ ഉള്ളൂ. അതേ, ദൈവത്തിന്റെ ഹിതത്തിന് അന്യമായ ഒരു പ്രവൃത്തിയും ലോകത്തിലെ ഒരു വ്യക്തികൾക്കും ഒരു ശക്തികൾക്കും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനോട് ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ളത് സത്യമായ വസ്തുതയാണ് പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. ഒരു കാബേലിനെ കൊന്നതുകൊണ്ട് ആരാധന
ആരാധന തീരുന്നില്ല. ഒരു ഹാബേൽ മരിച്ചത് കൊണ്ട് ആരാധന തീരുന്നില്ല. അവിടെയാണിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് ശക്തിയോടെ തുടങ്ങാൻ പോകുന്നത്. ആരാധിക്കുന്ന പിതാക്കന്മാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ തലമുറയെ ദൈവം ശക്തിയോടെ എഴുന്നേൽപ്പിക്കുവാനുള്ള ദാഹത്തോടെ ആയിരിക്കട്ടെ നിന്റെ പ്രാർത്ഥനയും ആരാധനയും. കഴിഞ്ഞ നാളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ ഈ നിലമ്പൂർ കൺവെൻഷനിൽ ഇന്നൊരു തീരുമാനം എടുക്കുമോ? നീ ശരിയായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ശരിയായി സ്തുതിച്ച് ആരാധിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിന്റെ മുമ്പിൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. സത്യമാണ് പ്രിയരെ, ദൈവം അത് ചെയ്യും. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഈ സമയത്ത് ദൈവം പിന്നെയും ഒരു ശേഷിപ്പിനെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു. ഇങ്ങനെ തലമുറകൾ താഴോട്ട് വരുമ്പോൾ ആ തലമുറയിൽ മറ്റൊരു മനുഷ്യൻ എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ പേര് ഹനോക്ക് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാ കയ്യീന് മകൻ ജനിച്ചപ്പോൾ അവനും ഹാനോക്ക് എന്ന് തന്നെയാണ് പേരിട്ടത്. ഇതാ ആരാധിക്കുന്നവന്റെ തലമുറയിലും ഒരു ഹാനോക്ക് എഴുന്നേറ്റു. പേര് രണ്ടും ഒന്നാണ്. പക്ഷെ ഒരുവൻ പട്ടണം പണിയുവാനായിട്ട് പോകുമ്പോൾ ഒരുവൻ ദൈവത്തോടുകൂടെ നടക്കുവാൻ തീരുമാനിച്ചു. ആ തലമുറ എന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 365 വർഷം അഥവാ 365 വയസ്സിൽ ഒരു ദൈവഭക്തൻ റോക്കറ്റ് ഇല്ലാതെ, യാതൊരു വിധമായ വിക്ഷേപണ ഉപഗ്രഹവുമില്ലാതെ, ഒരു ചന്ദ്രയാനുമില്ലാതെ ഇതാ ശൂന്യാകാശത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. പക്ഷേ ഇതാ ദൈവത്തിന്റെ പദ്ധതി പരാജയപ്പെട്ടു പോകുകയില്ല. ആധുനിക യുഗത്തിലെ നാസയുടെ വിക്ഷേപണ ഉപഗ്രഹങ്ങൾ പരാജയപ്പെട്ടിരുന്നാലും, അതേ തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ പരാജയപ്പെട്ടിരുന്നാലും സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതി പരാജയപ്പെട്ടു പോകുകയില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അതേ പൂർവ്വ യുഗത്തിൽ ഇതാ ഒരു ഭക്തൻ ഇതാ ഈ ശരീരത്തോടുകൂടെ ഉയരത്തിലേക്ക് പോയി. എന്തിന്റെ നിഴലെന്നറിയാമോ? ഈ ഭൂമിയിൽ നിന്ന് ഒരു കൂട്ടം വിശുദ്ധന്മാർ ഇതാ രൂപാന്തര ശരീരം പ്രാപിച്ചുകൊണ്ട്, ഭൂമിയുടെ ആകർഷണ വലയത്തെ ഭേദിച്ചുകൊണ്ട്, അന്ധകാര ശക്തിയെ ഭേദിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോകുന്നതിന്റെ നിഴലാണ് പ്രിയരെ. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. അതാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, ബാക്കി വിഷയത്തിലേക്ക് വരട്ടെ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. 65 വയസ്സിൽ അവനൊരു മകൻ ജനിച്ചു. അവന്റെ പേര് മെഥൂശലഹ് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ മകന്റെ പേര് മെഥൂശലഹ്. ബൈബിളിൽ ഏറ്റവും ആയുസ്സുള്ള മനുഷ്യൻ മെഥൂശലഹ് ആയിരുന്നു. അപ്പൊ ഈ തലമുറകളുടെ വിശേഷതയാണ് ഞാനിപ്പോൾ പറയുന്നത്. ആരാധിക്കുന്നവന്റെ തലമുറകളിൽ വിശേഷിക്കപ്പെട്ട വ്യക്തികൾ ഉണ്ടാകും എന്നുള്ളത് മറന്നു പോകരുത്. ഈ 65 വയസ്സിൽ മെഥൂശലഹ് ജനിച്ചു. തുടർന്ന് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 365 വയസ്സ് വരെ പുള്ളി ഭൂമിയിൽ ജീവിച്ചു. പക്ഷെ 300 വർഷമേ ദൈവത്തോട് കൂടെ നടന്നുള്ളൂ. ആദ്യത്തെ 65 വർഷം അവൻ ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കുകയായിരുന്നു. ദൈവത്തിന് എന്റെ തോന്നലാണേ, ഞാൻ കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ പിന്നീട് താൻ കല്യാണമൊക്കെ കഴിച്ച് ഒരു മകനുണ്ടായതിന് ശേഷം തുടർന്ന് അവൻ പിന്നെ കുറച്ചൊന്ന് ഒതുങ്ങിയെന്ന് പറഞ്ഞാൽ മതി. ദൈവത്തിന് ചില അങ്ങനെയാണല്ലോ. എല്ലാം ഒരു പ്രാരാബ്ദത്തിലൊക്കെ വരുമ്പോഴാണ് ഒന്ന് ഒതുങ്ങാൻ തുടങ്ങുന്നത്. അതുവരെ ആകാശം ഏതാ ഭൂമി ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൈക്കും മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, കടമായിരുന്നാലും സാരമില്ല. പിന്നെ എങ്ങനെയെങ്കിലും 4 പേർക്കൊപ്പം പൊളിക്കാമോ അതനുസരിച്ച് പോകുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ ഹാനോക്ക് മെഥൂശലഹ് ജനിച്ചതിന് ശേഷം അവനൊരു തീരുമാനമെടുത്തു. എൻ്റെ ചിന്ത ഈ ജനനത്തിങ്കൽ, ഒരുപക്ഷെ മെഥൂശലഹിന്റെ ജനനത്തിങ്കൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നു കാണും. തൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കോണം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കാണും. കാരണം ദൈവത്തെ ആരാധിച്ചവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അവൻ തുടർന്ന് ചിന്തിക്കാൻ തുടങ്ങും. ആരാധിക്കാത്തവൻ എന്തെങ്കിലും സംഭവിച്ചു, അത് പ്രകൃതിയിൽ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ കാലാവസ്ഥ കൊണ്ട് സംഭവിച്ചതാണ്, ഇല്ലെങ്കിൽ എന്തൊക്കെയോ ആണെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ അറിയാം, അത്യുന്നതന്റെ മറവിലിരിക്കുന്നവന്റെ കാല് പോലും തട്ടത്തില്ല. കാല് തട്ടിയ
പറയാ, എന്തെങ്കിലും പ്രശ്നമുണ്ട്? ചിന്തിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് എനിക്കിന്ന് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായെന്ന് ചിന്തിക്കും. അങ്ങനെ ഹനോക്കിൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇന്നും എനിക്കൊരു ഫോൺ വന്നത് ഒരു പിതാവ് വിളിച്ചതാണ്. മകൻ്റെ ജനനത്തിങ്കൽ ഉണ്ടായ ഒരു പ്രയാസത്തെക്കുറിച്ചാണ്. അതിനോട് പറഞ്ഞത്, ചായ ഹാർട്ടിന് ഒരു വലിയ ഹോൾ ഉണ്ടായിരിക്കുന്നു, അവൻ ജീവനോടിരിക്കുന്നത് അത്ഭുതമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ മകൻ ജനിച്ചപ്പോഴും ഹാർട്ടിനൊരു ഒരു ഹോൾ ഉണ്ടായി, അവൻ ജീവനോടിരുന്നത് വലിയ അത്ഭുതമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, 10,000 പേരിൽ ഒരാൾക്കെങ്ങാണമേ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴും അതേ അനുഭവം. ഡോക്ടേഴ്സിന്റെ ചിന്താഗതിയെ മാറ്റിക്കൊണ്ട് ആ ഭവനത്തിൽ നേരിട്ടു. ചുരുക്കത്തിൽ പറയട്ടെ, അവൻ ഇന്ന് നല്ലൊരു ആത്മീയനാണ്. ഈ കുട്ടിയുടെ പിതാവ് ഒരു തികഞ്ഞ ആത്മീയനാണ്. കണ്ണുനീരുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധന മുടക്കത്തിൽ. ഇവന് ആരോഗ്യമുള്ള ദൃഢഗാത്രരായ 2 കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നെങ്കിൽ ഇവനിങ്ങനെ അടുത്ത കാര്യം നോക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ചില കുടുംബങ്ങളിൽ, ചില ജീവിതങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ദൈവം അനുവദിക്കുന്നത് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം വലുതായതുകൊണ്ടാണ്. ഞാൻ വാസ്തവത്തിൽ ചിന്തിക്കുകയാണ്. ഡോക്ടേഴ്സ് പിന്നെയും പറയുകയാണ്, ഈ കുഞ്ഞുങ്ങൾ ജീവനോടിരിക്കുന്നത് അത്ഭുതമാണ്. നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടത്തുവാൻ വേണ്ടി ചില ശൂന്യതകൾ ദൈവം അനുവദിക്കും, ചില ഭാരങ്ങൾ ദൈവം അനുവദിക്കും. ആ സമയത്ത് പിശാച് മുതലെടുക്കും. നീ പിന്മാറിപ്പോകരുത്, നീ പുറകോട്ട് പോകരുത്, നീ കലങ്ങി പോകരുത്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് നീ വിശ്വസിച്ച് അധികം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ ചിന്തിക്കുന്നത്, മെതുശലേഹിന്റെ ജനനം മുതൽ ഹാനോക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. താൻ ചിന്തിച്ചു, ഈ